ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള ശിവരാജ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു. അവരുടെ മകൾക്ക് 17 വയസ്സായിരുന്നു പ്രായം. +2 പഠിക്കുന്നുണ്ടായിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 13, 2024 ഇവരുടെ റിലേറ്റീവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഈവനിങ് ആയിരുന്നു കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അന്ന് മകളെയും കൂട്ടി ഫാമിലിയോട് കൂടിയിട്ട് അവർ വിവാഹത്തിന് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ മകളെ വിളിച്ച ടൈമിൽ മകൾ പറഞ്ഞു, ഇല്ല ഇന്ന് ഞാൻ എന്തായാലും കല്യാണത്തിനൊന്നും വരുന്നില്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, സ്കൂളിലേക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയായിരുന്നു. അപ്പോൾ പാരൻസും വിചാരിച്ചു +2 മകൾ പഠിക്കുന്നത്, ഒരുപാട് പഠിക്കാനുണ്ടാവും, ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഇരുന്നോട്ടെ, റിലേറ്റീവ്സ് എല്ലാവരും തൊട്ടടുത്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് പോയിട്ട് വരാം, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ നേരെ കല്യാണത്തിനായിട്ട് പോവുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അന്നത്തെ ദിവസം ആ ഒരു പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ, അതായത് ഡിസംബർ 14, 2024 രാവിലെ ടൈമിൽ തൊട്ടടുത്ത വീട്ടിലത്തെ റിലേറ്റീവ് ആ പെൺകുട്ടിയെ എഴുന്നേൽപ്പിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നതായിരുന്നു. നോക്കുമ്പോൾ ഡോറൊക്കെ തുറന്നു നടക്കുന്നുണ്ട്. എന്താണ് പറ്റിയതെന്ന് അറിയാതെ ആള് എന്താ പറയുക, ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറുകയായിരുന്നു. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയുടെ പേര് വിളിച്ചുകൊണ്ട് അവർ അകത്തോട്ട് കയറി. അവർ ചെന്ന് കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ഹാഫ് നേക്ഡായിട്ട് തൻ്റെ ബെഡിൽ മരിച്ചു കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയെയായിരുന്നു ആ റിലേറ്റീവ് കണ്ടത്. ഈ ഒരു വിവരം അറിഞ്ഞ് എല്ലാവരും അവിടെ തടിച്ചു കൂടുകയാണ്. പേരൻസും അതുപോലെ തന്നെ റിലേറ്റീവ്സും നൈബേഴ്സും എല്ലാവരും അവിടെ എത്തി ഈ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസുകാർ സ്ഥലത്തെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് രാത്രി ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ഈ പെൺകുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആരായിരുന്നു? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അവർ വീട് കംപ്ലീറ്റ് ആയിട്ട് പരിശോധിച്ചപ്പോൾ ഫോഴ്സ്ഡ് ആയിട്ടുള്ള എൻട്രി നടന്നിട്ടില്ല. സോ ഈ പെൺകുട്ടിക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം ആ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറിയത് എന്നുള്ളൊരു അസംഷനിൽ പോലീസുകാർ എത്തുകയാണ്. പിന്നീട് ഈ ഒരു ബോഡി കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയായിരുന്നു. ഇതൊരു കൊലപാതകമാണോ, ആത്മഹത്യയാണോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണ് ഈ പെൺകുട്ടി മരിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഈ പെൺകുട്ടിയുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മുഴുവനായിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്തതായിരിക്കാനുള്ള ഒരു സാധ്യത പോലീസുകാരിങ്ങനെ തള്ളിക്കളയുകയാണ്. കാരണം ഒരാൾ ആത്മഹത്യ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഡ്രസ്സ് ഒഴിവാക്കിയിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഇല്ലല്ലോ. അങ്ങനെ ഫോറൻസിക് ടീം സ്ഥലത്തെത്തി വീട് മുഴുവൻ പരിശോധിച്ചു. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കുറച്ച് ടാബ്ലറ്റ്സൊക്കെ കിട്ടി. അതെന്താണെന്ന് അവർ നോക്കിയപ്പോൾ സെക്സ് എൻഹാൻസ്മെൻറ്റ് പിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്. അതുപോലെ തന്നെ പിന്നീട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ഗർഭനിരോധിത ഉറയും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും റേപ്പ് ചെയ്തതാണ് ഈ പെൺകുട്ടിയെ? അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ആയിട്ടുള്ളൊരു കൺസെൻറ്റോട് കൂടിയിട്ടാണോ അത്തരത്തിലുള്ളൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നത്? അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസും പോലീസിന് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് പോലീസുകാർ ആ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിക്കുകയാണ്. ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ കോൾസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരു നമ്പറിലോട്ട് അധികമായിട്ട് കോള് പോയിരിക്കുന്നതും അതേപോലെ തന്നെ ആ ഒരു നമ്പറിൽ നിന്ന് ഒരുപാട് തവണ ഇങ്ങോട്ട് കോള് വന്നതായിട്ടും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതാരുടെ നമ്പറാണെന്ന് പരിശോധിച്ചപ്പോൾ കുൽദീപ് കുമാർ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ നമ്പറാണതെന്ന് പോലീസിന് മനസ്സിലാവുകയായിരുന്നു. പോലീസുകാരങ്ങനെ ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തു. ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയിട്ട് നവേഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ആ ഒരു പയ്യൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ നേരെ ആ ഒരു അഡ്രസ്സിലോട്ട് എത്തുകയാണ്. അപ്പോൾ ആ പയ്യൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 25 വയസ്സായിരുന്നു കേട്ടോ കുൽദീപിൻ്റെ പ്രായം. അങ്ങനെ കുൽദീപ് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. നീയും ആ ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയും തമ്മിൽ എന്താണ് ബന്ധം? അതുപോലെ തന്നെ കോളുകളുടെ ഒക്കെ അർത്ഥം എന്താണ്? ലാസ്റ്റ് കോള് നിൻ്റെ ആയിരുന്നു? അന്നത്തെ ദിവസം രാത്രി നീ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയോ? തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ക്വസ്റ്റ്യൻസ് പോലീസുകാർ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കേട്ട ആ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കും ഇതിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, ഞാൻ നിരപരാധിയാണ്. ആ ഒരു കാര്യം ആ ഒരു പയ്യനിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാർക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. കാരണം ഈ പറയുന്നത് മുഴുവൻ സത്യമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ പോലീസുകാർ ആ പയ്യനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അവസാനം നടന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു പയ്യൻ തുറന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാരൻസ് ആ പെൺകുട്ടിക്ക് ഒരു സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, അതിൽ അശ്ലീല വീഡിയോസ് കാണാറുള്ളതായിട്ടും അതിനോടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നു. സോ ആ ഒരു സോഷ്യൽ മീഡിയ ത്രൂ ആണ് ഈ പയ്യനെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവർ തമ്മിൽ ആദ്യം സംസാരിച്ചു, പിന്നീട് നല്ല സുഹൃത്തുക്കളായി. അതിനുശേഷം ഇവർ പ്രണയത്തിലാവുകയായിരുന്നു. കുൽദീപിൻ്റെ വീട് അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായിട്ട് കാണാനും മറ്റൊന്നും പറ്റിയിരുന്നില്ല.
അതായത് ഇവർ തമ്മിൽ ഒറ്റയ്ക്ക് കാണാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാത്തൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ രണ്ടുപേരും അതിനൊരു ചാൻസ് കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഡിസംബർ 13 ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വിവാഹത്തിന് പോകുന്ന ഒരു കാര്യം വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊരു ചാൻസ് ആക്കണം എന്ന് ആ പെൺകുട്ടി വിചാരിച്ചുകൊണ്ട് തൻ്റെ അച്ഛനും അമ്മയെയും ആ ഒരു വിവാഹത്തിന് പറഞ്ഞുവിടായിരുന്നു. തനിക്ക് കുറേ പഠിക്കാനുണ്ട്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇന്ന് വിവാഹത്തിന് വന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടി അച്ഛനെയും അമ്മയെയും കൺവിൻസ് ചെയ്തത്. പഠിക്കാനുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ആ ഒരു പെൺകുട്ടി പറഞ്ഞത് കേൾക്കുകയായിരുന്നു. അങ്ങനെ പാരൻസ് പോയതിന് ശേഷം ഈ പെൺകുട്ടി നേരെ തൻ്റെ കാമുകനെ വിളിക്കുകയായിരുന്നു. എന്നിട്ട് ഇതേപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇന്ന് അച്ഛനും അമ്മയൊന്നും ആരും വീട്ടിലില്ല, നീ വീട്ടിലോട്ട് വരണം, കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു പെൺകുട്ടി വിളിച്ചത്. അപ്പോൾ ആ ഒരു പയ്യൻ വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ കുൽദീപിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെയും ഏകദേശം ഒരു ഫസ്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിനു മുൻപ് കാര്യപ്പെട്ട പ്രണയങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതേപോലെ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയാതെ ആ പയ്യൻ നേരെ തൻ്റെ സുഹൃത്തിനെ വിളിക്കുകയായിരുന്നു. സുഹൃത്തിനെ വിളിച്ചിട്ട് തൻ്റെ കാമുകി ഇതേപോലെ തന്നെ വീട്ടിൽ ആളില്ല, അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെൺപിള്ളേരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാക്കി പലതും നടക്കാനുള്ള ഒരു സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോവാൻ. അപ്പോൾ ഇത് നിൻ്റെ ഫസ്റ്റ് ടൈം ആണല്ലോ, ഫസ്റ്റ് ഇംപ്രഷനാണ് ബെസ്റ്റ് ഇംപ്രഷൻ, അതുകൊണ്ട് തന്നെ കുറച്ച് സെക്സ് എൻഹാൻസ്മെൻറ്റ് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ എടുത്തു, അതുപോലെ തന്നെ പ്രൊട്ടക്ഷനൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞു. ഈ ഒരു സുഹൃത്തിൻ്റെ ഉപദേശം കേട്ടിട്ട് ഈ പയ്യൻ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കോണ്ടവും കാര്യങ്ങളൊക്കെ വാങ്ങി അതിനുശേഷം ആണ് ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് ആ ഒരു പയ്യൻ പോയത്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഈ പയ്യൻ നേരെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ആരും കാണാതെ ആ വീടിൻ്റെ അകത്തോട്ട് കയറി. പിന്നീട് അവർ രണ്ടുപേരും കുറച്ച് നേരം ടി വിയും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇവർ കൂടുതൽ റൊമാൻറ്റിക്കായി, അതേപോലെ തന്നെ അവർക്കിടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ആവുകയായിരുന്നു. ആ ഒരു സമയത്ത് ഇയാൾ കൊണ്ടുവന്നിരുന്ന പില്ലും കാര്യങ്ങളൊക്കെ ഇവരെടുത്തു. പിന്നീട് ഈ പയ്യൻ ഈ പെൺകുട്ടിയോട് എന്താ പറയുക നെയ്ക്കഡ് ആവാനായിട്ട് പറയുകയായിരുന്നു. അതിനുശേഷം രണ്ടുപേരും നെയ്ക്കഡായി. അതിനുശേഷം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എനിക്ക് തണുക്കുന്നുണ്ടെന്ന് ആ ഒരു പയ്യൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കുറച്ച് സമയം കൂടെ കടന്നുപോയി. എന്നാൽ ആ പെൺകുട്ടി വീണ്ടും എനിക്ക് തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുൽദീപ് ആണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാക്കിയില്ല. പുറത്തൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു, ഏകദേശം ഒരു 8-10 ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ഷിവർ ചെയ്ത് തുടങ്ങി. അതേപോലെ തന്നെ എന്താ പറയുക, സിറ്റുവേഷൻ കുറച്ചിങ്ങനെ വേഴ്സ്റ്റായി തുടങ്ങിയപ്പോഴാണ് കുൽദീപ് ആകപ്പാടെ പേടിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ പയ്യൻ നേരെ അവിടെ ഉണ്ടായിരുന്ന അടുപ്പും കാര്യങ്ങളും എല്ലാം ഓണാക്കി അതിനുശേഷം ഈ പെൺകുട്ടിക്ക് ചൂട് പിടിച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുകയുണ്ടായിരുന്നു. എന്നാലും ആ പെൺകുട്ടിക്ക് ആ തണുപ്പ് താങ്ങാൻ പറ്റാതെ കണ്ടീഷൻ വീണ്ടും വേഴ്സ്റ്റായി പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് ബോഡി ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തുകയായിരുന്നു. അതായത് ബോഡിയിലെ ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം ഡ്രോപ്പ് ചെയ്തു. ഹാർട്ട് ബീറ്റിൻ്റെ ഒരു എന്താ പറയുക സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ പോയി. ഹാർട്ട് ബീറ്റൊക്കെ ആകെപ്പാടെ എന്താ പറയുക താറുമാറായി. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നിലയ്ക്കുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ആ പെൺകുട്ടി അനങ്ങാതായപ്പോൾ കുൽദീപ് ആകപ്പാടെ പേടിച്ചു. ഏതാണ് പറ്റിയതെന്നൊന്നും ആ ഒരു പയ്യനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു കാര്യം മാത്രമേ കുൽദീപിൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ആ ഒരു പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആ പയ്യൻ നേരെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നത്. ആ പയ്യൻ പിന്നെ തൻ്റെ വീട്ടിൽ പോയിട്ട് ഇത് ഇനി എങ്ങനെ ഫേസ് ചെയ്യും, എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാതിരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ പയ്യനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. കാര്യം ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നത് മ്യൂച്വലായിട്ടായിരുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി മൈനറാണല്ലോ, അതായത് 17 വയസ്സ് മാത്രം പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ പോക്സോ ആക്ടിൻ്റെ അണ്ടറിൽ ആ പയ്യനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡെത്തിൻ്റെ റീസൺ കേട്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോവുകയായിരുന്നു. എന്താണല്ലേ, അതായത് പാരൻസ് ഇതേപോലെ തന്നെ രാവിലെ വരുമ്പോൾ തലേദിവസം കല്യാണത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരു പ്രശ്നമില്ലാതെ അവിടെ ഇരുന്നിട്ടും പഠിച്ചിരുന്ന മകളാണ്. ആ ഒരു മകളുടെ മൃതദേഹമാണ് അവർ കാണുന്നത്, അതും വല്ലാത്തൊരു സിറ്റുവേഷനിൽ. അതിനുശേഷം ഇത് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നത്. അവരുടെ ഒരു സിറ്റുവേഷനൊക്കെ വല്ലാത്തൊരവസ്ഥയായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.